നമസ്കാരം. ധ്യാന കേന്ദ്രം നടത്തുന്ന ദമ്പതിമാരിൽ ഭാര്യയെ തല്ലുവാനുള്ള കാരണമുണ്ടെന്ന മാരിയ ജോസഫിന്റെ വെളിപ്പെടുത്തൽ. അതിനാൽ നിങ്ങൾ അറിയണം, ജിജി എന്റെ കള്ള ഒപ്പിട്ട് ചെക്കുകൾ മാറി, ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ എന്നെ പിച്ചാത്തിക്ക് കുത്തിയെന്നൊക്കെയാണ് മാരിയ ജോസഫ് ജിജി മാരിയക്കെതിരെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അടിക്കുവാൻ കാരണമുണ്ട്, അത് നിങ്ങൾ അറിയണം. ജിജി എന്റെ കള്ള ഒപ്പിട്ട് ചെക്കുകൾ മാറി, ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോഴാണ് എന്നെ കുത്താൻ ശ്രമിച്ചത്. കത്തിക്കുത്തി ഏൽക്കാതിരിക്കുവാൻ ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ എൻ്റെ കൈയുടെ മസിൽ തുളഞ്ഞ് കത്തി കയറുകയായിരുന്നു. ചോര ഒലിപ്പിച്ച് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് പറഞ്ഞു, ഇത് കേസാക്കിയാൽ നാറുമെന്ന്. ഭാര്യ ജിജി മാരിയോ മദ്യലഹരിയിൽ ഭർത്താവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചുവെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരും. നിങ്ങളുടെ കുട്ടികളെ ഓർത്ത് കേസാക്കണ്ട എന്നും കൊരട്ടി പോലീസ് പറയുകയായിരുന്നുവെന്നും ജിജി മാരിയോ മദ്യപിച്ചിരുന്നുവെന്നും ഈസ്റ്റർ നാളിലായിരുന്നു കത്തിക്കുത്തെന്നും സൂചനയുമാണ് നൽകിയത്. മദ്യപിച്ച ആരോപണം വരുന്നതോടെ ദമ്പതികളുടെ മോട്ടിവേഷൻ ക്ലാസും ധ്യാനിപ്പിക്കാൻ വിശ്വാസ്യതയും പറഞ്ഞ സന്ദേശങ്ങളും ഒക്കെ വിവാദമായി മാറുകയാണ്. മാരിയ ജോസഫ് തന്റെ സഹപ്രവർത്തകർക്കൊപ്പം ഇരുന്നാണ് ഭാര്യയ്ക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ വിവാഹബന്ധം പിരിയാതെ സ്വന്തം ഭാര്യയായി കഴിയുന്ന ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ വിളിച്ചു പറയാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ തരത്തിലുള്ള കമന്റുകൾ അനേകം വന്നു കഴിഞ്ഞു. ജിജി മാരിയോ ട്രസ്റ്റിന്റെ പണം മോഷ്ടിച്ച് കോടികൾ മുടക്കി സഹോദരന് വീട് വെച്ചുവെന്നും മാരിയോ ജോസഫ് ആരോപിക്കുന്നുണ്ട്. ഇതിന്റെ ചിത്രവും ഇദ്ദേഹം പുറത്തുവിട്ടു. ജിജി മാരിയോയുടെ സഹോദരന്റെ വീട് ട്രസ്റ്റിന്റെ പണം അപഹരിച്ചു പണിതു എന്നാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഞാൻ TV ബോക്സിന് തലയ്ക്ക് അടിച്ചിട്ടില്ല. FIR-ൽ പറയുന്നത് എന്തെന്ന് തനിക്ക് അറിയില്ല. മാത്രമല്ല, ആ വീട്ടിൽ TV ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ തല്ലുകയുണ്ടായി. അതിന് കാരണമുണ്ടെന്നും മാരിയോ ജോസഫ് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഞാൻ അവളെ വിവാഹം കഴിക്കും മുൻപേ ഉള്ള ഒരു ആൺ സുഹൃത്ത്, വളരെ അടുത്ത എന്നേക്കാൾ വിശ്വാസ്യതയുള്ള ഒരു ആൺ സുഹൃത്ത്, ആൽബിയം കുഞ്ഞുമോൻ, കോട്ടയംകാരനാണ്. അവനെ പേരിനെടുത്തു. അവന്റെ പ്രത്യേകത, ജിജി എന്ത് പറയുന്നു അത് മാത്രമേ ചെയ്യൂ. ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. ജിജിയുടെ സഹോദരിയുടെ ഭർത്താവ് സേവിച്ചൻ ദുബായിലാണ്. എന്നെ രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള ഒരു പേപ്പറും കാണിക്കണ്ട എന്ന് പറഞ്ഞു. ഒരാൾ എന്നോട് പറയുകയാണ്, ഓഫീസിലെ ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യ ഒരല്പം അധികമായി ഇടപഴകുന്നു. എനിക്ക് അവൻ മകനെ പോലെയാണ്. അവർ ഒരുമിച്ച് യാത്രകളൊക്കെ ചെയ്യുന്നു. അതൊക്കെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അത് അനുസരിക്കുന്നില്ല, ജിജിയും അനുസരിക്കുന്നില്ല. ജിജി എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് എന്താണ് ഇത്ര സംശയം? പിറ്റേന്ന് രാവിലെ ഇത്തരത്തിൽ ഈ ഓഫീസിലേക്ക് എത്തി സന്തോഷിനെ ഒരൊറ്റയടി. ചെവി പൊട്ടി ചോരയൊലിച്ച് അവൻ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ചികിത്സ തേടി. MLC കേസായി. നേരെ കൊരട്ടി സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെയുള്ള പോലീസുകാർ എന്നോട് പറഞ്ഞു, ബ്രദർ, ഇത് പുറത്തറിഞ്ഞാൽ എല്ലാം താളം തെറ്റും. നിങ്ങൾ തുടക്കത്തിൽ തന്നെ തുടങ്ങിയ നിങ്ങളുടെ പ്രസ്ഥാനം മുളയിലെ നുള്ളിക്കളയേണ്ടി വരും. നിങ്ങൾക്ക് നാണക്കേടാകും. 5 ലക്ഷം കൊടുത്ത് ഒടുവിൽ കേസ് ഒതുക്കുവാനും പറയുന്നുണ്ട്. ഈ ട്രസ്റ്റിൽ നിന്ന് ഈ പണം കൊടുക്കുവാൻ ജിജി ആവശ്യപ്പെട്ടുവെങ്കിലും അതിന് താൻ തയ്യാറായിട്ടില്ല എന്നും ഈ ഒരു വീഡിയോയിൽ ഇത്തരത്തിൽ മാരിയോ പറയുന്നുണ്ട്. കൂടാതെ ജിജി ഇത്തരത്തിൽ മാരിയോയെ കൊലപ്പെടുത്തുവാനും പിച്ചാത്തിയെടുത്ത് ആക്രമിക്കാനും ഒക്കെ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ജിജി തന്റെ കള്ള ഒപ്പിട്ട് ചെക്കുകൾ മാറി, ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ പിച്ചാത്തിക്ക് കുത്തി എന്നാണ് പറയുന്നത്. കത്തിക്കുത്തി ഏൽക്കാതിരിക്കുവാനാണ് താൻ ഒഴിഞ്ഞു മാറിയപ്പോൾ തന്റെ കൈയുടെ മസിൽ തുളഞ്ഞ് കത്തി കയറിയത്. ചോര ഒലിച്ചുകൊണ്ട് കൊരട്ടി പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോഴാണ് പോലീസ് പറഞ്ഞത്, കുത്തിക്കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ഭാവിയെല്ലാം അവതാളത്തിലാകും. അതുകൊണ്ട് ദയവായി ഇത് കേസാക്കണ്ട എന്ന് പോലീസ് പറഞ്ഞു. നിങ്ങൾക്ക് ആക്കണമെന്നാണെങ്കിൽ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ സ്റ്റിച്ച് ഒന്ന് എഴുതിച്ചിട്ട് MLC ആക്കിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാം. താൻ എൻ്റെ മക്കളെ ഓർത്തു, ഭാര്യയെ ഓർത്തു, അത് ചെയ്തില്ല. മറിച്ച് താൻ ചെയ്തത് ജിജി ഒന്ന് ഭയപ്പെടുത്തുവാനായി സുനിൽ ജോസ് എന്ന ചാലക്കുടിയിലെ വക്കീലിനെ കണ്ട വക്കീൽ നോട്ടീസ് അയച്ചു. ആ വക്കീൽ നോട്ടീസിൽ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. നിങ്ങൾ ദേഹോപദ്രവം ചെയ്യുന്നത് കൊണ്ട് മാരിയോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കില്ല. ആള് പിലാർ മൊഴിയിലുള്ള അക്കാദമിയിലായിരിക്കും താമസിക്കുക. ആ പ്രിമീസിൽ പോയി ഒരിക്കലും മാരിയോയെ ഉപദ്രവിക്കരുത്. ഇത് കൊടുത്തിട്ടും കുറച്ചു ദിവസം മുൻപ് സംഭവിച്ചത്, ജിജി ഇങ്ങനെ നീയും കുടുംബക്കാരും ഇങ്ങനെ പാവപ്പെട്ടവരുടെ കാശെടുത്താൽ അത് നമ്മുടെ മക്കൾക്ക് ശാപമായിട്ട് മാറും. എനിക്കത് പറ്റുന്നില്ലടാ. ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ചെറിയ സൂത്രം കാണിക്കുന്ന ട്രസ്റ്റുകാരെ കളിയാക്കുന്നതിന് വേണ്ടി സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് തെറിയേറ്റവനാണ്. ഞാൻ തന്നെ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ നടത്തേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. അതുകൊണ്ട് നിനക്കെതിരെ ഒരു കംപ്ലൈന്റ് ഇൻകം ടാക്സിൽ പറയുമെന്ന് പറഞ്ഞു. ഈ വർഷം അവർക്ക് 4 ലക്ഷം ഇൻകം ടാക്സ് എന്തോ കിട്ടണമെന്നും പറഞ്ഞു. അപ്പോൾ അവൾ വയലന്റായി, പാരന്റ്സും വയലന്റായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം 4 മണിക്ക് 2 കാറുകളായി 8 പേർ വന്നു.
ഞാൻ ഗ്ലാസ് ഡോർ ഓടിപ്പോയി അടച്ചു. അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് വാതിൽ പതിയെ അടയൂ. ഇതിനിടയിൽ ജിജി വാതിൽ ഒറ്റ ചവിട്ട്. ഞാൻ തെറിച്ചു വീണുവെങ്കിലും എഴുന്നേറ്റപ്പോൾ അവൾ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അങ്ങനെ സ്വാഭാവികമായി മരിച്ചു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ കൈകാലുകൊണ്ട് ഞാൻ അവളുടെ പുറത്തടിച്ചു. മരണവെപ്രാളത്തിലായതുകൊണ്ട് അടിച്ചപ്പോൾ അവൾ വിട്ടു. അടുത്ത ഡോർ തുറന്ന് മുകളിലേക്ക് ഓടി. ഡോറ് അടച്ചെങ്കിലും അവളിത് ഇടിച്ചിടിച്ച് പൊട്ടിച്ചു. ജിജി സ്വന്തമായി തന്നെ തല ഇടിച്ചുകൊണ്ട് ഇറങ്ങി വാട എന്ന് വെല്ലുവിളിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അന്ന് 100-ൽ വിളിച്ചിട്ട് തന്നെ കൊല്ലാൻ വരുന്നുവെന്ന് ആദ്യം കംപ്ലൈന്റ് പറഞ്ഞത് താനാണെന്ന് മാരിയോ പറയുന്നുണ്ട്. ഇവരുടെ കള്ളത്തരം പുറത്തു പോകുമെന്ന് ഭയന്ന് ഇവരിനെ കൊന്നുകളയുമായിരുന്നു. ജിജി ഒരു തികഞ്ഞ മദ്യപാനിയാണ്. രാവിലെ മുതൽ രാത്രി വരെ കുടിക്കും. ബോക്സ് കണക്കിനാണ് കുപ്പികൾ എടുത്തു വച്ചിരിക്കുന്നത്. നല്ല വിദേശ മദ്യം വരെ അക്കൂട്ടത്തിലുണ്ട്. ഇത്രയും ക്രൂരയാക്കുന്നത് മദ്യമാണ്. 2 പണമെന്ന അഹങ്കാരം. ഭയങ്കര ലാവിഷായിട്ടാണ് മോഡിക്ക് വേണ്ടി പണം കളയുന്നത്. പരസ്പരം ചെളിവാരി എറിയരുതെന്ന് എല്ലാവരും പറയുന്നു. എനിക്കും ആഗ്രഹമുണ്ട്. ഞാനെല്ലാം സോൾവ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഈ ട്രസ്റ്റിൽ നിന്ന് കൊണ്ടുപോയ എല്ലാ സമ്പത്തും പൊതുജനത്തിന് കൊടുക്കണം. ആ ബിൽഡിംഗ് വിറ്റ് 10-15 വീടുകൾ വയ്ക്കണം. DKF അതായത് കമ്പനി ആക്ട് ട്രസ്റ്റ് അജ്മനെയും മാഷിനെയും കളയണം. അവരെല്ലാം പോകട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാമെന്ന വാഗ്ദാനം അതെനിക്ക് പറ്റില്ല. മദ്യം നിർത്തുക, ഇവരെ ഒഴിവാക്കാതെ ഇരിക്കുക, അതിനുശേഷം ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവുക. നിയമപാലകർ ഇതെല്ലാം അന്വേഷിച്ച് അവരൊരു കൺക്ലൂഷനിലെത്തി ന്യായമായ വിധി നടപ്പിലാക്കുന്നതുവരെ കാത്തിരിക്കാൻ എനിക്ക് കഴിയും എന്ന് കരുതി ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ പഴയതുപോലെ തന്നെ നടക്കും. ധ്യാന പ്രാസംഗികരായ ദമ്പതികൾക്കിടയിൽ പ്രശ്നമായത് ഇവരുടെ സാമ്പത്തിക തർക്കവും ഈഗോയും ഒക്കെയാണ്. കഴിഞ്ഞ 1 വർഷമായി തന്നെ ഈ സംഘടനയിലെ പണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് അകൽച്ചയിലായിരുന്നു ഇരുവരും. മാരിയോയും ജിജിയും ഒരുമിച്ച് ഫിലോകാലിയ ഫൗണ്ടേഷൻ 2021-ലാണ് പ്രവർത്തനം തുടങ്ങിയത്. പാവപ്പെട്ടവർക്ക് വീടും രോഗികൾക്ക് മരുന്ന് വിതരണവുമാണ് പ്രധാനമായും ചെയ്തിരുന്നതും. പണം കൂടുതൽ വന്നതോടെ പ്രശ്നം തുടങ്ങി. ഇരുവർക്കുമിടയിൽ ഈഗോയും വളർന്നു. പ്രസംഗത്തിൽ ഈഗോയെ പടിക്ക് പുറത്ത് നിർത്തണമെന്ന് പറഞ്ഞവർ പ്രവൃത്തിയിൽ ഇത് പാലിച്ചില്ല. ഇതിനൊപ്പം പ്രൊഫഷണൽ പ്രശ്നങ്ങളും രൂക്ഷമായി. കഴിഞ്ഞ മെയ് മാസത്തിൽ ജിജി ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ പുതിയ സംഘടന തുടങ്ങി സംഭാവന സ്വീകരിച്ചു തുടങ്ങി. ഇതും തർക്കമിരട്ടിയാക്കി. ഇതിനിടെ സുവിശേഷ പ്രസംഗ വേദിയും പൊതുവേദിയും ജിജിക്ക് കൂടുതൽ ലഭിച്ചതും മാരിയോയെ അസ്വസ്ഥനാക്കി. ഇതും ഇരുവരുമായുള്ള അകലം കൂട്ടി. കഴിഞ്ഞ ഒക്ടോബർ 25-ന് പ്രശ്നം പറഞ്ഞു തീർക്കുവാൻ ജിജി മാരിയോയുടെ വീട്ടിലെത്തി. അത് അടിയിൽ കലാശിക്കുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു.